ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര ഇങ്ങനെ പറയാണ്, എന്തായാലും ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചേക്ക്, പ്രണവിനെ വീഴ്ത്തുക, പ്രണവിനെ വീഴ്ത്തി കാര്യങ്ങൾ നടത്തുക, അതാണിപ്പോൾ നമുക്ക് മുന്നിൽ വേണ്ടത്. പിന്നെ വേറെ പണി ഒപ്പിക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ലേ, ഈ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഒരിക്കലും ആ ഒരു പ്രൊജക്റ്റ് അങ്ങ് കൈമാറി പോവരുത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ, ശരി ഞാൻ ചെയ്തോളാം ആൻറ്റി വിചാരിക്കുന്നതിലപ്പുറം ഞാൻ ചെയ്യുമെന്നിങ്ങനെ പറയാണ്. പിന്നീട് ശിവാനി എന്ത് ചെയ്യുന്നു, പ്രണവിനെ തിരക്കി പോവാണ്. അപ്പോൾ ഈ സമയം ഗൗതമാണെങ്കിലോ വരുന്ന സമയത്ത് പ്രണവ് കാണാം അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പ്രണവിനോട് പറയണേ, എടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നീ ഡ്രസ്സൊന്നും മാറുന്നില്ല, ഇത് മതി ഏട്ടാ എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, നീ നല്ലൊരു ഡ്രസ്സ് ഇട്ടേ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവ് ഇങ്ങനെ ഡ്രസ്സ് മാറുന്നതിനിടയ്ക്ക് ശിവാനി അറിഞ്ഞുകൊണ്ട് തന്നെ കയറുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ പ്രണവാണെങ്കിലോ നല്ലൊരു കോട്ട് ഇടുകയാണ്. അപ്പോൾ ആ കോട്ട് ഇടുമ്പോൾ ഒരു കൈ കയറുന്നു, ഒരു കൈ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്, കൈയിൻ്റെ മുട്ടിലിങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശിവാനി അയ്യോ കൈ വേദനിപ്പിക്കണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് എന്ത് ചെയ്യും, ശിവാനി പിന്നെ പ്രണവിൻ്റെ ആ ഒരു കൈ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവിനോട് പറയണം, നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഈ ഡ്രസ്സ്, എന്ത് ചേർച്ചയാണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിനോട് ഇങ്ങനെ ശിവാനി പറയുമ്പോൾ ഓ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പ്രണവ് തിരിച്ച് പറയണേ. അപ്പോൾ ഉടൻ തന്നെ എനിക്കൊരു ഫോട്ടോ എടുക്കണം നിങ്ങളുടെ എന്ന് പറയാണ് പ്രണവിൻ്റെ എന്ന് പറഞ്ഞുടനെ പ്രണവ് അത് വലിയൊരു ഇതായി തോന്നുകയാണ് പ്രണവിന്. അപ്പോൾ അതിനെന്താ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ ശിവാനി പറയണേ എനിക്കൊരു സെൽഫി എടുക്കണം, അതിനെന്താ നീ സെൽഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് പ്രണവ് സെൽഫി എടുക്കാനും സമ്മതിച്ച് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ സെൽഫി എടുത്തതിന് ശേഷം എന്താ ശരി ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശിവാനി അങ്ങ് പോകുമ്പോൾ തൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടി അങ്ങ് വീഴുന്നത് പോലെ അങ്ങ് കാണിക്കണം കേട്ടോ. അതോടുകൂടി പ്രണവ് എന്ത് ചെയ്യും, ശിവാനിയുടെ അരക്കെട്ടിൽ അങ്ങ് പിടിക്കുകയാണ്. ആ അരക്കെട്ടിൽ അങ്ങ് തൊടുമ്പോൾ ശിവാനിയുടെ ആ ഒരു കണ്ണുകൊണ്ടുള്ള ആ ഹിമവിട്ടാതുള്ള ആ ഒരു നോട്ടമുണ്ടല്ലോ, അത് പ്രണവിനെ തന്നെ അങ്ങ് അലിയിപ്പിച്ച് കളയാണ് കേട്ടോ. അങ്ങനെ പ്രണവിന് വല്ലാത്തൊരു സന്തോഷം മനസ്സിനിങ്ങനെ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ പ്രണവ് ഇങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ ശിവാനിയെ കുറച്ച് നേരം അവർ തമ്മിൽ അങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശിവാനി ശരി സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നീട് ഫംഗ്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് വസുന്ധരയുടെ നല്ല മാനേജർമാരും അതുപോലെ വസുന്ധരയുടെ ഫ്രണ്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് വസുന്ധരയോട് പറയണം, എന്തായാലും എൻ്റെ വസുന്ധര നിന്നോട് എന്താ പറയണ്ടേ, എങ്ങനെ അഭിനന്ദിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത്രയും നന്നായി നിനക്ക് നീ പിന്നെ ഈ ഒരു ടെൻഡർ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ കൈവിട്ട് പോയിട്ടും അത് തിരിച്ചെടുക്കാനുള്ള വസുന്ധരയുടെ ആ ട്രിക്ക് ഉണ്ടല്ലോ, ആ ബുദ്ധി ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ അത് ഗൗതം കേട്ട് വരേണ്ട. വസുന്ധര ഓ താങ്ക്സ്, അതത്ര വലിയ കഴിവൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര തന്നെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഗൗതം വന്നിട്ട് പറയണം, ഇതെൻ്റെ അമ്മയുടെ കഴിവൊന്നുമല്ല, എൻ്റെ ഭാര്യ നിധി ഇവളുടെ ബുദ്ധിയാണ് ഈ ഒരു ടെൻഡർ ഞങ്ങളിലോട്ട് തന്നെ തിരിച്ചു കിട്ടാൻ കാരണം, ഇവളാണ് ഈ ഒരു ടെൻഡർ എനിക്ക് തിരികെ തന്നത് എന്ന് പറയട്ടെ. അപ്പോൾ ഇത് ശിവാനിയും രേണുകയും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധരയുടെ മുഖത്തടിക്കുന്നത് പോലെ ഗൗതം ഈ വാക്ക് പറയുമ്പോൾ നിധി പറയണേ, ഗൗതം സാർ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നിധി ഗൗതമിനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ശിവാനി എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ ജ്യൂസ് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്, സപ്ലൈ പോയി. അപ്പോൾ വസുന്ധരക്ക് ഈ ഒരു വാക്ക് ഗൗതം പറഞ്ഞപ്പോൾ വസുന്ധരക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ വസുന്ധര വന്നിട്ട് ശിവാനിയോട് പറയാണ്, എൻ്റെ മകൻ എന്നെക്കുറിച്ച് മാത്രം അഭിനന്ദിച്ചിരുന്ന അവൻ്റെ വായ കൊണ്ട് ഇപ്പോൾ അവൻ തിരുത്തി പറഞ്ഞിരിക്കുന്നു, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു, അതെനിക്ക് താങ്ങില്ല, നീ എന്ത് പണിയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്, അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നൊക്കെ ശിവാനിയോട് പറയുമ്പോൾ ആൻറ്റി അതൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ ആൻറ്റി അറിയുമെന്ന് പറയട്ടെ, എന്ത് എന്ന് ചോദിക്കും, അതൊക്കെ അറിയുമെന്ന് പറയണേ. അങ്ങനെ ഈ സമയം എന്ത് ചെയ്യുന്നു, ഈ ഒരു ജ്യൂസ് സപ്ലൈ ബോയ് അങ്ങനെ പോകുന്നുണ്ടല്ലോ, അതായത് ജ്യൂസ് കൊടുക്കുന്ന സപ്ലൈ ബോയ് പോകുന്നുണ്ടല്ലോ, അയാളുടെ കൂടെ ശിവാനി അങ്ങ് പോവാണ്. പിന്നീട് കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ചെറുതായി മയക്കുപൊടി ലഹരിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ ജ്യൂസിൽ. എന്നിട്ട് ആ സപ്ലൈ ബോയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പയ്യന് ഈ ജ്യൂസ് കൊണ്ടു കൊടുക്കും, അവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണേ. എന്നാൽ ഈ സമയം നിധിയുടെ അടുത്തായിരിക്കട്ടെ നിഖിൽ നിൽക്കുന്നത്, നിഖിലിന് കൊണ്ടു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിഖിലിങ്ങനെ എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളി ഫംഗ്ഷനാണ്, ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിഖിൽ പറയുന്ന സമയത്ത് പെട്ടെന്ന് നിഖിലിൻ്റെ ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ നിഖിലാണെങ്കിലോ ഈ ഫോണുമായി അങ്ങ് പുറത്തോട്ടും പോവുകയാണ്. അപ്പോൾ ശിവാനി പറയണം, ആ പോകുന്ന പയ്യനാട്ട എന്ന് പറഞ്ഞിട്ട് ഈ സപ്ലൈ ബോയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ശിവാനി പറഞ്ഞത് പ്രകാരം തന്നെ നിഖിലിന് ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. നിഖിൽ ഇത് ഒരു മുറുക്ക് കുടിക്കുമ്പോൾ തന്നെ നിഖിലിന് അത് ടേസ്റ്റ് വ്യത്യാസം തോന്നുകയാണ്. അപ്പോൾ അത് കൂടുതൽ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിഖിലിന് തോന്നുകയാണ്. ഒരു മുറുക്ക് കുടിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു സുഖം കിട്ടുമ്പോൾ വീണ്ടും നിഖിൽ ഇത് കുടിക്കുകയാണ് കേട്ടോ.
എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗൗതം ഇങ്ങനെ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയമായി, അതായത് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതിൽ വലിയൊരു ഗിഫ്റ്റ് തന്നെ നിധിക്ക് കൊടുക്കുകയല്ലേ ഗൗതം. അത് കാണാൻ കഴിയാതെ വസുന്ധര ഇങ്ങനെ സൈഡായി നിൽക്കുമ്പോൾ വസുന്ധരയോട് ഗൗതം പറയാം അമ്മങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയം പ്രണവ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രണവിനോട് പറയാണ് ഇന്നെൻ്റെ അനിയൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്, ജപ്പാൻ കമ്പനിയുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അത് പുതിയൊരു കമ്പനി തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ പറയാം ശിവാനി എന്ന മരണത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതത് വൃത്തിക്ക് പോലും ചെയ്യാൻ പോലും അവൾക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര ഇത് പറയുന്ന സമയത്ത് വസുന്ധരയെ പെട്ടെന്ന് മനസ്സുകൊണ്ടാണ് വസുന്ധര ഇത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രണവിൻ്റെ കേക്ക് മുറിയുടെ മുന്നേ അമ്മ ഒന്ന് വന്നേ എന്ന് പറയണം. അത് കേട്ട ഉടൻ തന്നെ എന്താ അതെ ഈ ഒരു ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ അത് ഞാൻ ഇവിടെ വെച്ച് തന്നെ ആ കമ്പനിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് അമ്മ വേണം അതിൻ്റെ കർട്ടൻ ഓപ്പൺ ആക്കാനെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന വസുന്ധര ഇവൻ ആൾ കൊള്ളാതെ ഇവൻ്റെ ഭാര്യയ്ക്ക് ഒരു കമ്പനി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണത്ര, എന്താ ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്, ഇവൻ എന്നെ മനഃപൂർവ്വം താത്താൻ നോക്കുകയാണ്, എനിക്ക് മനസ്സിലാവായിട്ടൊന്നല്ല, ഇവൻ മനഃപൂർവ്വം എനിക്കിട്ട് കൊട്ടുകയാണ് എന്നിങ്ങനെ വസുന്ധര പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധരയോട് പറയുകയാണ് എന്ത് നോക്കി നിൽക്കുന്ന അമ്മ അതങ്ങ് ഓപ്പൺ ചെയ്യുമെന്ന് പറയട്ടെ. അങ്ങനെ ഈ സമയം വസുന്ധര മനമില്ലാ മനസ്സോട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വസുന്ധര ശിവാനിയുടെ മുഖത്തും ഇങ്ങനെ തുറച്ച് നോക്കുന്നു, നീ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാടി ഇപ്പോൾ ഞാൻ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ നിഖിലിൻ്റെ കാലിങ്ങനെ വിറയിൽ തുടങ്ങുന്ന, നിഖിലിന് പരിസരമില്ലാതെ സംസാരം തുടങ്ങിയിരിക്കുന്നു, നിഖിലിന് സഹിക്കാൻ കഴിയാത്ത തലവേദന. അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിഖിൽ ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി വരുന്നുണ്ട്. എന്നാൽ ഈ സമയം വസുന്ധര ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലാദ്യം കാണിക്കുന്നത് പി എന്ന ലെറ്റർ ആയിരിക്കും കേട്ടോ. അത് കാണുന്നതിനോടുകൂടി വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ പിന്നീട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴാണ് ഇത് പേര് മാറിയല്ലോ, നിധി എന്ന പേരില്ലല്ലോ, ഇത് വേറെ പേരാണല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ വേറെ മകനായ പ്രണവിനായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. അത് കാണുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. ഇവന് ഇത് ചെയ്യുന്നത് നിധിക്ക് കൊടുക്കുന്നു എന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഇത്രയും ക്രൂരത കാട്ടാൻ ഒരുങ്ങിയത്, പക്ഷേ ഇവിടെ തനിക്ക് തിരിച്ചടിയായി കിട്ടിയിരിക്കുന്നത് പ്രണവിന് ഇവൻ അത് സമ്മാനിച്ചിരിക്കുന്നു, പക്ഷേ എന്നാൽ നിധിക്ക് കൊടുക്കുന്നു എന്നാലോ ഇവരെല്ലാവരും കൂടി പറഞ്ഞത് എന്നിങ്ങനെ വസുന്ധര ആലോചിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നിഖിലാണെങ്കിൽ കുടിച്ചും കൊണ്ട് ആ സ്റ്റേജിലോട്ട് ഓടി വന്നിട്ട് ആഹാ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞ കമ്പനി പ്രണവിന് കൊടുത്തത് ഏറ്റവും നന്നായി എന്നുള്ള ആ നിഖിലിൻ്റെ ആ പ്രകടനമായിരിക്കും കേട്ടോ. അപ്പോൾ നിഖിൽ അങ്ങനെ കുടിച്ചു വന്നത് കൊണ്ട് തന്നെ അവിടെ ഇനിയൊരു വലിയ വഴക്ക് നടക്കാൻ പോവുകയാണ്. വസുന്ധര തന്നെ അത് ഉണ്ടാക്കാൻ പോവുക. കാരണം വസുന്ധരയ്ക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, നിധിയുടെ അനിയനും അല്ലേ, അതുകൊണ്ട് തന്നെ വസുന്ധര അത് വെറുതെ വിടില്ല കേട്ടോ.